ചോദ്യം കാണും, ചോദിക്കാൻ നിങ്ങൾക്ക് പിന്നീട് സമയം പോലെ, സന്ദർഭം പോലെ. ചേർച്ച് മാത്രമാണ് കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെയെങ്കിൽ എന്താ ഇംപ്ലിക്കേഷൻ? അങ്ങനെയെങ്കിൽ ഞാനും ആരെ സ്നേഹിക്കണം? സഭയെ സ്നേഹിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ സഭയുടെ നന്മ ആഗ്രഹിക്കണം. അങ്ങനെയെങ്കിൽ സഭയുടെ വെൽവിഷറായിട്ടിരിക്കണം, സഭയുടെ നന്മ ആഗ്രഹിക്കണം, സഭയെ സ്നേഹിക്കണം. സഭയ്ക്ക് വേണ്ടി ഞാനും എന്നെ തന്നെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അത് അടുത്ത കാര്യം ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. കർത്താവ് സഭയെ സ്നേഹിച്ചു. He gave himself for the church. അല്ലേ? സ്നേഹിക്കുക മാത്രമല്ല, പിന്നെ gave himself means സാക്രിഫൈസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവ് സഭയ്ക്ക് വേണ്ടി സ്വയം കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? സഭയുടെ പ്രാധാന്യം എന്നുള്ള നിലയിൽ എങ്ങനെ പറയാൻ സാധിക്കും? കർത്താവിന്റെ വലിയ വില കൊടുത്ത്, വലിയ അധ്വാനം കൊടുത്ത്, വലിയൊരു മുതൽ കൊടുത്ത് നേടിയതാണ് എന്ത്? സഭയുടെ പ്രാധാന്യം വരണം. നമ്മൾ ദൈവത്തിൽ പിന്നീട് പോകും, ഈ വിഷയങ്ങളൊക്കെ പിന്നെയും പോകും മറ്റു കോണ്ടക്സ്റ്റിൽ കൂടെ. ആക്ട്സ് 20 എടുക്കേണ്ട ആവശ്യമില്ല. പ്രവൃത്തി 20 അധ്യായത്തിൽ എഫെസോസിലെ മൂപ്പന്മാരെ കർത്താവ് പൗലോസിക്കാരെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭ, രക്തത്താൽ സമ്പാദിച്ചു. യെശയ്യാ പറയുമ്പോൾ അവന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. സഭ യേശുക്രിസ്തുവിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ്. സ്വന്തം ജീവനെ കൊടുത്ത്, സ്വർഗത്തിലെ സകല മഹത്വം പിഴിഞ്ഞ്, സ്വയം ത്യജിച്ച്, സ്വയം മരിച്ച്, സ്വന്തം രക്തം കൊടുത്ത് നേടിയെടുത്തതാണ് സഭ. സഭയ്ക്ക് വിലയുണ്ടോ? വില ഉണ്ട്. കർത്താവ് സഭയെ സ്നേഹിക്കുന്നു, കർത്താവ് സഭയെ വിലമതിക്കുന്നു. അവൻ വലിയൊരു മുതൽ കൊടുത്ത്, വലിയൊരു വില കൊടുത്ത് കർത്താവ് നേടിയതാണ് സഭ. അത് സഭ, ചേർച്ച് ഈസ് ദ എന്ന് പറയാം. ഞാൻ ആക്ച്വലി എഴുതിയ യെശയ്യാവിലെ വാക്യമാ. ചേർച്ച് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ഹിസ് ലേബർ. അവന്റെ പ്രയത്നഫലമാണ്. അവൻ വലിയ കോസ്റ്റ് കൊടുത്ത്, വലിയ വില കൊടുത്ത് സമ്പാദിച്ചതാണ് സഭ. സ്വയം കൊടുത്ത് സമ്പാദിച്ചതാണ് സഭ. ആദ്യം കിട്ടിയോ? 4 കിട്ടിയോ? നമ്പർ 1, 2, 3, 4 ജൽദി ജൽദി. ഒന്നെന്താണ്? മാത്യൂസ് ഗോസ്പൽ 16:18 എന്ന് പറഞ്ഞത്, ചർച്ച് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രൈസ്റ്റ് ഈസ് ബിൽഡിംഗ് ടുഡേ. അത് മാത്രമേ അവർ സംരക്ഷിക്കുന്നുള്ളൂ, അത് മാത്രമേ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമതായിട്ട് മാത്യൂസ് ഗോസ്പൽ 18 വായിച്ചത്, ചർച്ച് ഈസ് ദി ഓൺലി പ്ലേസ് വേർ ഹെവൻലി ഡിസിഷൻ standard is being applied. Okay. Number 3 എന്തായിരുന്നു? Church is the object of God's love or Christ's love. കർത്താവ് സഭയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. മാത്രമല്ല, church is the fruit of his labor or church is the, ഇങ്ങനെ പറയാം അല്പം കൂടെ വ്യക്തമായിട്ട്. ആ ആക്ട്സ് 20:28 വാക്യത്തിന്റെ ബേസിസിൽ church is the purchased possession of Christ. Church is the purchased possession of Christ. എന്ന് പറഞ്ഞാൽ വില കൊടുത്തു വാങ്ങിയ സമ്പാദ്യമാണ് സഭ. അത് ആ വാക്യം ഏത് വാക്യം? ആക്ട്സ് 20:28 ബേസിസ്. അവിടെയൊക്കെ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ എന്താ ഇംപ്ലിക്കേഷൻ? ബഹൻ ലോക് ബോലിയെ, ഏ ബഹൻ ജി ബോലിയെ. അങ്ങനെയെങ്കിൽ ചേർച്ച് ഇത്രമാത്രം വിലമതിച്ചതാണെങ്കിൽ, കർത്താവ് ഇത്രയും വില കൊടുത്ത് സ്വയം കൊടുത്ത്, റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ അവനെ തന്നെ കൊടുത്തെന്ന് മാത്രമല്ല ഇപ്പോഴും കൊടുക്കുന്നു എഴുതിക്കുന്നേ. ഇപ്പോഴും കൊടുക്കുന്നു. അവനെ തന്നെ തന്നെങ്കിൽ ഇനിയും തരത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കർത്താവ് നമുക്ക് തന്നെ തന്നിരിക്കുക. അങ്ങനെയെങ്കിൽ വാട്ട് ഷാൽ വി ഡു? നാം എന്താ ചെയ്യേണ്ടത്? നാമും സഭയ്ക്ക് വേണ്ടി സ്വയം കൊടുക്കണം, സഭയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കണം, സഭയ്ക്ക് വേണ്ടി വേദന സഹിക്കണം, സഭയ്ക്ക് വേണ്ടി പണം ചെലവാക്കണം, സഭയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, സഭയ്ക്ക് വേണ്ടി ഊർജം ചെലവഴിക്കണം, സഭയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാനായിട്ട് നാം സന്നദ്ധരാണ്. ഓക്കെ. 5th സെയിം വാക്യം 5-ാം അധ്യായത്തിന് 5:29 അവിടെ എഴുതിയേക്കുന്നത്, കർത്താവിന് യേശുക്രിസ്തുവിന് സഭയോടുള്ള ബന്ധത്തിന്റെ മറ്റൊരു വർഷം എന്താ എഴുതിയേക്കുന്നത്? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് 29-ല്, ഫോർ നോ വൺ എവർ ഹേറ്റഡ് ഹിസ് ഓൺ ഫ്ലഷ് ബട്ട് നറിഷസ് ആൻഡ് ചെറിഷസ് ഇറ്റ്, അല്ലേ? ആസ് ദ ലോർഡ് ഡസ് ദ ചർച്ച്. കർത്താവ് സഭയെ പോറ്റി പുലർത്തുന്നു.
നറിഷസ് ആൻഡ് ചെരിഷസ്. പോറ്റി പുലർത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഭർത്താക്കന്മാർ പറഞ്ഞ കാര്യമാ, ഭാര്യമാരെ പോറ്റി പുലർത്തണം. അതിന് ഉദാഹരണം പറയുക ഈ ഭാഗത്ത്. കർത്താവ് സഭയെ പോറ്റി പുലർത്തുന്നു. പോറ്റി പുലർത്തുന്നു മീൻസ് അതിന് അർത്ഥം എന്താണ്? പോറ്റുക തന്നെയല്ല, പുലർത്തുകയും വേണം. നറിഷസ് ആൻഡ് ചെരിഷസ് എന്ന് പറഞ്ഞാൽ വേണ്ടതെല്ലാം ചെയ്യുക. സഭയെ കർത്താവ്, ക്രൈസ്റ്റ് ചർച്ച് ഈസ് അണ്ടർ ഹിസ് കെയർ, ടോട്ടൽ കെയർ. അത് ഞാൻ വലിയ ഫോഴ്സ്ഫുൾ വാക്യം കിട്ടിയില്ല. ഓക്കെ, ചർച്ച് ഈസ് അണ്ടർ ദ കെയർ ഓഫ് ക്രൈസ്റ്റ്. ഹി കെയർസ് ഫോർ ദ ചർച്ച്. വെറും കെയർ അല്ല, പിന്നെ ടോട്ടൽ കെയർ. ഏതെല്ലാം മേഖലയിൽ സഭയ്ക്ക് കെയറിന്റെ ആവശ്യമുണ്ടോ ആ കെയർ എല്ലാം കൊടുത്ത് കർത്താവ് സഭയെ പരിപാലിക്കുന്നു. എന്തൊക്കെ ചെയ്യുന്നു? അതിന് 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ എന്ത് ചെയ്യും? സഭയെ എന്ത് ചെയ്യുന്ന കർത്താവ്? that he might sanctify and cleanse her with the washing of water by the word, that he might present her to himself a glorious church, not having spot or wrinkle. എന്താ വായിക്കുന്ന? കർത്താവ് സഭയെ പോറ്റി പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ ഏതെല്ലാം മേഖലയിൽ സഭയ്ക്ക് കരുതൽ, കെയർ ആവശ്യമുണ്ടോ, സഭയെ കഴുകി ശുദ്ധീകരിച്ച് പുലർത്തി ഫീഡ് ചെയ്ത് ശക്തീകരിച്ച് എഡിഫൈ ചെയ്ത് എല്ലാ നിലയിലും സഭയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു. ആര്? സഭയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ വീക്ഷണം അതാ, നമ്മുടെ ഫോക്കസ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ചർച്ച്. സഭയെ കർത്താവ് പോറ്റി പുലർത്തുന്നു. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം എടുക്കേണ്ട ആവശ്യമില്ല. വെളിപ്പാട് 1, 2, 3 ഈ 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ ഇല്ലുസ്ട്രേഷൻ കാണാൻ സാധിക്കും, ഇതിന്റെ വിശദാംശം കാണാൻ സാധിക്കും. ഇല്ലേ? നിങ്ങൾക്കറിയാം, ആസിയയിലെ 7 സഭകൾക്ക് കർത്താവ് ദൂതെഴുതുന്നുണ്ട്. ആ ഭാഗങ്ങൾ ശരിക്ക് പഠിക്കുമ്പോൾ അതിന്റെ സാരാംശം എന്താണ്? അതിന്റെ സാരാംശം എന്താ? ഈ കാര്യമാ. उयർത്തെഴുന്നേറ്റ യേശുക്രിസ്തു जी उठा हुआ यीशु मसीह आज किस प्रकार कलीसिया का ज्ञानपूर्ण संभालते हैं, आज किस प्रकार कलीसिया का देखभाल करते हैं. The risen Lord Jesus Christ, He is taking care of the church, churches, assemblies. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിൽ പോയി എവിടെയോ പാത്രിക്കല്ല, അവൻ ഈ ഭൂമിയിലുള്ള ഓരോ സ്ഥലം സഭയുടെയും മധ്യേ നടക്കുന്നു. He walks among the churches. പിന്നീട് വായിക്കുന്നു, He holds the responsible men. അവൻ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ പിടിച്ചേക്കുന്നു. പിന്നെ കർത്താവ് എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് കാണുകയാണ്. He is watching, He knows everything. കർത്താവ് റിപ്പീറ്റ് പറയുകയാണ്, I know. ഓരോ സഭയിലും എന്ത് സംഭവിക്കുന്നു. Revelation 1, 2, 3 അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും കർത്താവായ യേശുക്രിസ്തുവിന് സഭയെ കുറിച്ച് എത്രമാത്രം കരുതലുണ്ട്. സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ പിടിക്കുന്നു. He controls them, He holds them and He walks among them. He is concerned about the assemblies. അവൻ നോക്കുന്നു, നോക്കി കാണുന്നു, അസംബ്ലീസിനെ വാൺ ചെയ്യുന്നു, അസംബ്ലീസിന് പ്രോമിസ് കൊടുക്കുന്നു, അസംബ്ലീസിന് ആശ്വാസം കൊടുക്കുന്നു, അസംബ്ലീസിന് പ്രബോധനം കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ സഭയിലെ ഓരോ കാര്യവും കർത്താവ് സശ്രദ്ധം വീക്ഷിക്കുകയും അവൻ കൺസേൺഡ് ആണ്. He takes care of the assembly. He nourishes and cherishes. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻ ഇത് നമുക്കും ഉണ്ടാകണം. സഭയുടെ കരുതൽ कलीसिया का देखभाल करना हमारा बहुत बड़ी जिम्मेदारी है. कलीसिया का देखभाल करना. We need to give ourselves for the church and we need to care for the church. വേഗം പോകാം, ഇനി 2-3 കാര്യമുണ്ട്, സമയം തീരാറാകുക. എഫേസ്യർ 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. Ephesians 3:10-11. The importance of church. എന്തുകൊണ്ട് സഭയെക്കുറിച്ച് നാം പഠിക്കണം, എന്തുകൊണ്ട് നാം സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കണം. 5-ാമത്തെ കാര്യം, 5 അല്ല 6-ാമത്തെ അല്ലേ? ഓക്കെ.
നിങ്ങൾ പറ ഇവിടെ നിന്നുള്ള ചർച്ചിന്റെ പ്രാധാന്യം ഈ ഭാഗത്ത് നിന്ന് എന്താ? മക്കളുടെ പേരെന്താ? ഡേവിഡ്. ഡേവിഡ്. ഡേവിഡ് പറഞ്ഞു പോലോ. ഈ വാക്യത്തിൽ നിന്ന് ചർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ത് പറയാൻ സാധിക്കും? വിസ്ഡം ഓഫ് ഗോഡ് ഉണ്ട്. എന്നാൽ എന്ത് എഴുതിയേക്കുന്നത് ശരിക്കും ശ്രദ്ധാപൂർവം വായിക്കും. To the intent that now the manifold wisdom of God might be made known. Made known means make it known, propagate. ले प्रचार करना. क्या प्रचार करना? Manifold wisdom of God. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സകല എന്താ പ്രിൻസിപ്പാലിറ്റീസ് അല്ലേ? Yeah, made known by the church to the principalities and powers in the heavenly places. മലയാളത്തിൽ എന്താണ്? അത്രയും മാത്രം. അത്രയും വേണ്ട. എനിക്ക് ആ ഹെവൻലി അല്ലത് വേറൊരു വാക്കുണ്ടല്ലോ, ഈ അതായത് വാഴ്ചകൾക്കും അധികാരം. ഈ വാഴ്ചകളും അധികാരം മീൻസ് ഹെവൻലി ബീയിങ്സ്. ഹെവൻലി ബീയിങ് അത്രയും കെടുത്താണ്. ഇപ്പൊ ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അവിടുത്തെ സഭയുടെ പ്രാധാന്യം എന്താണ്? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരമാണ് ഹെവൻലി ബീയിങ്സിനും. ഹെവൻലി ബീയിങ്സിന് സഭ മുഖാന്തരമാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനും പിന്നെ സഭ മുഖാന്തരം പറ്റും. സോ ചർച്ച് ഈസ് ദ പ്രൊപ്പഗേറ്റർ ഓഫ് the wisdom of God. Church is the propagator of the wisdom of God. Wisdom of God means ദൈവത്തിന്റെ വചനം. God's purposes, God's plan. ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പരിപാടി, ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനം സകല മനുഷ്യരുടെ മുൻപാകെയും ദൂതന്മാരുടെ മുൻപാകെയും ഈ ഹെവൻലി ബീയിങ്സ്, ഹ്യൂമൻ ബീയിങ്സ്, ഏഞ്ചലിക് ബീയിങ്സ് ഇവരുടെ എല്ലാം മുൻപിൽ പ്രചാർ കർണ, പ്രസാർ കർണ, മാനിഫെസ്റ്റ് കർണ, മേക്ക് നോൺ കർണ. അത് ആരുടെ ജോലിയാ?